എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ സൂക്ഷിച്ചു നോക്കുന്ന? സമ്മതിച്ചിരിക്കുന്നു. എന്താന്ന്? എത്ര സുന്ദരായിട്ടാ നീ ഒരു അപകടം നിറഞ്ഞ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തതും അച്ഛന്റെ ജീവൻ രക്ഷിച്ചതും. ആദ്യമേ നീ ബഹളം വെച്ചിരുന്നെങ്കിൽ ഒന്നിനും ഒരു തെളിവ് കിട്ടില്ലായിരുന്നു. ഇനി പതറിപ്പോയിരുന്നെങ്കിൽ അച്ഛന്റെ ജീവൻ തന്നെ നഷ്ടമാവുമായിരുന്നു. പോലീസിൽ അറിയിക്കാനാണ് തുടങ്ങിയതെങ്കിലും ചിലപ്പോ വാദി പ്രതിയാകും പോലെ മാറുമായിരുന്നു. കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് നമ്മളൊരു കള്ളക്കഥ ഉണ്ടാക്കാണെന്ന് ആരോപണം വരുമായിരുന്നു. എല്ലാം ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് നീ കൃത്യമായിട്ട് കരുക്കൾ നീക്കി. ഇങ്ങോട്ട് നോക്കി. ഇന്ന് ഞാനും അമ്മയും പുറത്തു പോയപ്പോ നീ വരാതെ ഒഴിഞ്ഞു മാറിയല്ലോ. അപ്പൊ എനിക്ക് സത്യമായിട്ടും ചെറിയൊരു വിഷമം തോന്നി. നിനക്കൂടെ വരായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ വലിയൊരു മിഷൻ ഏറ്റെടുത്ത് യുദ്ധമുന്നണിയിൽ എന്ന പോലെ നീ നിൽക്കുമായിരുന്നു എന്ന് പിന്നീട് കാര്യങ്ങൾ അറിയിച്ചപ്പോഴല്ലേ മനസ്സിലായത്. നീ ഒരു സംഭവം തന്നെ ദേവി. മതി നന്ദു, ഇനി അതിനെക്കുറിച്ച് പറയണ്ട. എനിക്കത് വലിയ പ്രശംസ കേൾക്കും പോലെ ആവുന്നു. അമ്മയും അച്ഛനൊക്കെ വാദോരാതെ പറഞ്ഞല്ലോ. അതൊക്കെ കേട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതെ, ഈ പറയുന്നൊക്കെ നിന്റെ സന്തോഷത്തിനല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടിയാ. സ്വന്തം ജീവൻ പോലും ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തൃണവൽഗണിച്ച് നീ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിന്നു. രാധാമണിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിൽ നിന്റെ ജീവൻ ഉറപ്പായിട്ട് ആപത്തിൽപ്പെടുമായിരുന്നു. പക്ഷെ നീ വില കൊടുത്തത് ഞങ്ങളുടെ ജീവനാ. മതി നന്ദു, ഇനി പറയണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതലായി. ആവശ്യത്തിൽ കൂടുതലോ? ഇതെന്റെ അവസാനം വരെ ഞാൻ പറയാൻ പോകുന്ന സംഭവ. ധീരനായികയായ എന്റെ ഭാര്യയുടെ വീരകഥ. അത് ശരി, അത് വലിയ കാര്യമാണല്ലോ. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന കഥകളെ പുസ്തകത്തിൽ കാണുന്ന ബാലകഥകളല്ല, അവരുടെ അമ്മയുടെ തന്നെ ധീരകഥകൾ. അത് അടിപൊളിയാണല്ലോ. ആണ്. നന്ദു കിടക്കാൻ നോക്ക്. എനിക്ക് നാളത്തേക്ക് ചെയ്യാനുള്ള 1-2 കാര്യങ്ങൾ നോക്കണം. അതേ ദേവി, ഇങ്ങനെ രാത്രി മുഴുവൻ ജോലി എന്ന് പറഞ്ഞിരുന്നാ മതിയോ? എന്താ നന്ദു? അല്ല, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്. എന്താ? അല്ല, ഈ കുഞ്ഞുങ്ങള്. എന്ത്? നിന്റെ ധീരകഥകളൊക്കെ പറയണമെങ്കിൽ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളാവണ്ടേ? ഒന്ന് പോകുന്നുണ്ടോ? പോവാനാ? എവിടെ പോവാൻ? 2-1 അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. സമയം ഒരുപാടായി. അതെ, ഇനി വൈകാൻ പാടില്ല. ദേവി, കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വീട് നിറയാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് പോകുന്നുണ്ടോ? നമ്മുടെ കാര്യം വിടാം, അച്ഛന്റെ അമ്മയുടെ കാര്യം ഓർക്കണ്ടേ? അവർക്കൊരാഗ്രഹം കാണില്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവണമെന്ന്? മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മള് മക്കളുടെ കടമയാ. അപ്പോ നമ്മളുടെ കടമ. മതി മതി, ഞാൻ കേട്ടു. ഇനി പറയണ്ട. അയ്യോ, നൊന്തോ? പിന്നല്ലാതെ. കൈ കടിച്ചിട്ട് വേദനിച്ചോന്നോ? അയ്യോ, പോട്ടെ പോട്ടെ പോട്ടെ, സോറി സോറി. ഇപ്പൊ വേദന മാറിയോ? എന്നാ ഒരു അവിടെ തരട്ടെ. ഏയ് നന്ദു. അതെ ഭാര്യയെ, ഓരോ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ മറന്നുപോയോ? ഭാര്യയും ഭർത്താവുമായിട്ട് പ്രത്യേകിച്ച് ജീവിക്കുന്നെന്തിനാ? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ? അതെ, ഭാര്യ ഭർത്താവുമാണ്. പക്ഷെ എന്നിട്ടിപ്പോ MLAയും വോട്ടറേയും പോലെയാണ് കഴിയുന്നത്. പണ്ട് പ്രേമിച്ച് നടന്നപ്പോ ഈ MLAയുടെ പ്രകടന പത്രികയില് കുറേ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സാധിച്ചു തന്നേ പറ്റൂ. അയ്യടാ, ഞാനേ
കാര്യം കഴിയുമ്പോ കാല് മാറുന്ന രാഷ്ട്രീയക്കാരിയല്ല. എന്നുവെച്ചാ വാക്കിന് വിലയുള്ള ദേവികയാ. പറഞ്ഞതൊക്കെ പാലിക്കുകയും ചെയ്യും. ആണോ? ആ, അങ്ങനെയാണോ? അങ്ങനെയാണ്. ആ എന്നാ പിന്നെ ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ.